മക്കളെ, നമ്മൾ ഇന്ന് സിലാ ബീൻതി ലഡിക്കിയാം എന്ന കവിതയുടെ ആശയമാണ് നോക്കാൻ പോകുന്നത്. സിലാ ബീൻതി ലഡിക്കിയാം എന്ന കവിതയുടെ ആശയം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ വളരെ സാധ്യതയുള്ളൊരു ചോദ്യമാണിത്. നമുക്കിതിൻ്റെ ആശയം വളരെ സിമ്പിളായിട്ട് തന്നെ പഠിച്ചു വെക്കാവുന്നതേ ഉള്ളൂ. സിലാ ബീൻതി ലഡിക്കിയാം എന്ന കവിത എഴുതിയിരിക്കുന്നത് ഏകാന്ത് ശ്രീവാത്സവാണ്. ഇതിൽ धान कटाई के बाद के गेत का दृश्य है. इसमें ഇതിൽ ധാൻ കട്ടായി, ഇതിൽ വിളവെടുപ്പിന് ശേഷമുള്ള വയലിൻ്റെ ദൃശ്യമാണ് കാണിച്ചിരിക്കുന്നത്. ധാൻ കട്ടായി കെ ബാദ് ചൂട്ടി ബാലിയാം ഗേത്ത് മേ ഇധർ ഉധർ പടി ഹേ. വിളവെടുപ്പിന് ശേഷം അവശേഷിക്കുന്ന ധാന്യങ്ങൾ വയലിൽ പലയിടങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്നു. കുച്ച് ലടുക്കിയാം ഉൻ ബാലിയോം കോ ചുനനെ കാ കാം കർ രഹി ഹേ. കുറച്ച് പെൺകുട്ടികൾ ആ നെൽക്കതിരുകൾ പെറുക്കിയെടുക്കുന്ന ജോലി ചെയ്യുന്നു. कवि के अनुसार वे रंगीन चिड़ियों के समान गेत में उतरती है. കവിയുടെ അഭിപ്രായത്തിൽ അവർ വർണ്ണാഭമായ പക്ഷികളെ പോലെയാണ് വയലിലേക്ക് ഇറങ്ങുന്നത്. वे एक के बाद दूसरे गेत में सिला बीनने के लिए चली जाती है. അവർ ഒരു വയലിൽ നിന്നും മറ്റൊരു വയലിലേക്ക് നെൽക്കതിരുകൾ പെറുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചലി ജാത്തിഹെ പോകുന്നു. അവിടെ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഒരു വയലിൽ നിന്ന് മറ്റൊരു വയലിലേക്ക്. कवि कहते हैं कि इन ग्रामीण लड़कियां निरंतर गेत से जुड़ी रहने से धान की विभिन्न किस्मों को वे रंग और खुशबू से पहचान लेती है. നിരന്തരം കൃഷിയിടങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഈ ഗ്രാമീണ പെൺകുട്ടികൾ നെൽക്കതിരിൻ്റെ വ്യത്യസ്തമായ ഇനങ്ങൾ അവയുടെ നിറവും കൊണ്ടും ഗന്ധം കൊണ്ടും തിരിച്ചറിയുന്നു എന്ന് കവി പറയുന്നു. दोपहर भर वे गेत में सिला बीनती है. दोपहर की पीली कड़ी धूप में भी उनकी हंसी और गुनगुनाहट पूरे वातावरण को सजीव रखता है. ഉച്ച കഴിഞ്ഞ് അവർ വയലുകളിൽ നെൽക്കതിരുകൾ പെറുക്കിയെടുക്കാൻ വേണ്ടി ചെലവഴിക്കുന്നു. കഠിനമായ ഉച്ചവെയിലിൽ പോലും അവരുടെ ചിരിയും മൂളിപ്പാട്ടുകളും ആ അന്തരീക്ഷത്തിനെ സജീവമാക്കുന്നു. कठिन श्रम के बावजूद लड़कियां अपने काम में आनंद वातावरण पैदा करती है. കഠിനമായ ജോലി ഉണ്ടായിരുന്നിട്ടും പെൺകുട്ടികൾ അവരുടെ ജോലിയിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. കഠിനമായ വെയിലിലിരുന്ന് ജോലി ചെയ്യുകയാണ് പെൺകുട്ടികൾ, അല്ലേ? വളരെയധികം പരിശ്രമം തന്നെയാണ്. എന്നിട്ട് പോലും പെൺകുട്ടികൾ തങ്ങളുടെ ആ ജോലിയിൽ ഒരു ആനന്ദം കണ്ടെത്തുകയാണ്. ആനന്ദകരമായിട്ടുള്ളൊരു അന്തരീക്ഷം അവർ അവിടെ സൃഷ്ടിക്കുന്നു. ലഡ്കിയോं के बाल गुलाबी रंग के कनेर के फूलों से सजे हैं. പെൺകുട്ടികളുടെ മുടി പിങ്ക് നിറത്തിലുള്ള ഗുലാബി രംഗ്, റോസാപ്പൂവിൻ്റെ നിറത്തിലുള്ള കനേർ കെ ഫൂലോം സേ സജേ ഹെ. കനേർ പൂക്കളാൽ അവരുടെ മുടി അലങ്കരിച്ചിരിക്കുന്നു. ഫൂലോം കാ ഗുലാബി രംഗ്, പൂക്കളുടെ ആ ഗുലാബി രംഗ്, റോസ് നിറം. ലഡ്കിയോം കെ ചെഹരെ പർ, പെൺകുട്ടികളുടെ മുഖത്ത് പ്രതിബിംബിത് ഹോത്തേ ഹെ, പെൺകുട്ടികളുടെ മുഖത്ത് പ്രതിഫലിക്കുന്നു. दोपहर के कड़ी धूप में दी लड़कियों गुश है. കഠിനമായിട്ടുള്ള വെയിലിൽ പോലും, ഉച്ചതിരിഞ്ഞുള്ള കഠിനമായിട്ടുള്ള വെയിലിൽ പോലും ലഡ്കിയാം ഗുഷ് തി, പെൺകുട്ടികൾ സന്തോഷത്തിലായിരുന്നു. സന്തോഷവതികളായിട്ടാണ് ആ പെൺകുട്ടികളെ അവിടെ കാണുന്നത്. शाम होने तक वे 1 जून के लिए अनाज ही इकट्ठा कर सकती है.
വൈകുന്നേരമായപ്പോഴേക്കും ഒരു നേരത്തെ ഏക് ജൂൺ കേലിയെ ഒരു നേരത്തേക്കുള്ള അനാജ് ധാന്യം ഇഗട്ടാ കർ സക്തി ഹെ അവർ ശേഖരിക്കുന്നു. ഒരു വൈകുന്നേരമായപ്പോഴേക്കും ഒരു നേരത്തേക്കുള്ള ധാന്യമാണ് അവർ ശേഖരിക്കുന്നത്. അത്രയും സമയം വെയിലത്തിരുന്നിട്ട് അവർക്ക് കിട്ടിയത് ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കാനുള്ള ധാന്യമാണ്. ഫിർ ബി വേ ഖുഷ് ഹെ എന്നിരുന്നാലും അവർ സന്തുഷ്ടരാണ്. അത്രയും സമയം ചിലവഴിച്ചിട്ട് ഒരു നേരത്തേക്കുള്ള വകയാണല്ലോ കിട്ടിയിട്ടുള്ളൂ എന്ന് കരുതി അവർ ദുഃഖിക്കുകയല്ല ചെയ്തത്. മറിച്ച് എന്താണ്, ഒരു നേരത്തെ അരി കിട്ടിയതിൽ പോലും അവർ വളരെയധികം സന്തുഷ്ടരാണ്. വേ ഗർ ലോഡ് ചാത്തി ഹെ അവർ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഉന്മേ കഠിൻ ശ്രം ഓർ ആത്മസമ്മാൻ കി ഭാവന ഹെ അവരിൽ കഠിനമായ പരിശ്രമത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും സന്തോഷവതികളായിട്ടുള്ള പെൺകുട്ടികൾക്ക് അവർ സന്തുഷ്ടരാണ്. അവർ വീട്ടിലേക്ക് സന്തോഷത്തോടു കൂടി മടങ്ങുകയാണ് ചെയ്യുന്നത്. അവരുടെ പ്രയത്നത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് അവർ ഒരു നേരത്തേക്കുള്ള ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള അരി അവർ കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. ഉന്മേം കഠിൻ ശ്രം ഓർ ആത്മസമ്മാൻ കി ഭാവന ഹെ ആത്മാഭിമാനമുണ്ട് അവർക്ക്. അത്രയും സമയം ചെലവഴിച്ച് ഒരു നേരത്തെ വക കിട്ടിയതിൽ അവർക്ക് ആത്മാഭിമാനമുണ്ട്. दिन भर मेहनत करने पर भी वे पर्याप्त भोजन जुड़ पाने में असमर्थ रहती है. ദിവസം മുഴുവൻ അധ്വാനം ചെയ്താലും അവർക്ക് ആവശ്യത്തിന് ഭക്ഷണം കണ്ടെത്താൻ കഴിയുന്നില്ല. അവരതിൽ അസമർത്ഥരാവുകയാണ്. ജലപക്ഷി अक्सर जलस्रोत में अपना अन्न ढूंढता है. पानी के चोंच मारने पर फैलने वाली लहरों को कवि ने संगीत कहा है. ജലപക്ഷികൾ പലപ്പോഴും ജലസ്രോതസ്സുകളിൽ ഭക്ഷണം തേടാറുണ്ട്. ജൽപങ്കിയോ കെ ചോഞ്ച് ജലപക്ഷികളുടെ കൊക്ക് मोरकर उड़ जाने के बाद भी उनकी उपस्थिति देर तक संगीत सा बना रहता है. ജലപക്ഷികളുടെ ചുണ്ടുകൊണ്ട് വെള്ളത്തിൽ സൃഷ്ടിക്കുന്ന ഒരു ഓളം സൃഷ്ടിക്കുന്ന തിരമാലകളെ കവി സംഗീതമായിട്ടാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. उसकी उपस्थिति देर तक संगीत सा बना रहता है. इसी प्रकार सिला बिनती लड़कियों के इप्रകാരം ഇതുപോലെ സിലാ ബിൻതി പെൺകുട്ടി ലടിക്കിയ സിലാ ബിൻതി ലടിക്കിയ എന്ന് പറഞ്ഞാൽ നെൽക്കതിരുകൾ പെറുക്കിയെടുക്കുന്ന പെൺകുട്ടികളെ അവർ നെൽക്കതിരുകൾ പെറുക്കിയെടുത്ത് ലടിക്കോനെ ജാനേക്കെ ബാധവി പോയതിനു ശേഷം പോലും ഉൻകി ഹസ്സി അവരുടെ ചിരിയും ഗുൻഗുനാഹട്ട് മൂളിപ്പാട്ടും മഹസൂസ് കേത്തുമേ ഹോത്താ രഹത്താ ഹേ വയലുകളിൽ അനുഭവപ്പെടുന്നു. അവർ പോയിട്ട് പോലും അവരുടെ ആ ഒരു അനുഭവം അവരവിടെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു അനുഭൂതി അവരുടെ ചിരിയും കളിയും മൂളിപ്പാട്ടും അവിടെ തങ്ങി നിൽക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നു. അതിൻ്റെ ഒരു അനുഭൂതി ഉണ്ടാകുന്നു എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സിലാ ബിൻതി ലടിക്കിയാം എന്ന കവിതയുടെ ആശയം. എല്ലാവരും കവിതയുടെ ആശയം നിർബന്ധമായിട്ട് പഠിക്കണം. സിലാ ബിൻതി ലടിക്കിയാം എന്ന കവിതയുടെ ആശയം എക്സാമിന് ചോദിക്കുന്നതാണ്. നന്നായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.